പന്തീരാങ്കാവ് പീഡനക്കേസിൽ പരാതിയിൽ മലക്കം പറഞ്ഞ യുവതി രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് CPM. സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈവനിംഗ് മലയാളത്തിലേക്ക്. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ 1 സീറ്റ് CPIക്ക്, രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPM. രാജ്യസഭാ സീറ്റ് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകാൻ LDFൽ ധാരണ. ഇരു പാർട്ടികളും ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടെ സീറ്റ് വിട്ടുകൊടുത്ത് CPM മുന്നണിയെ മുന്നോട്ട് നയിക്കാനാണ് ഇത്തരമൊരു നിലപാടെന്ന് EP ജയരാജൻ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ മലക്കം മറിഞ്ഞ പരാതിക്കാരി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ ഏറ്റുപറച്ചിൽ. അത്രയും സ്നേഹിച്ചയാൾക്കെതിരെ പറഞ്ഞതിൽ പശ്ചാത്താപമെന്നും പരാതിക്കാരി. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. തീരുമാനം ലീഗ് ഉന്നതാധികാര സമിതിയിൽ. ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് ഹാരിസ് പീരാൻ. സഹമന്ത്രി സ്ഥാനത്തിൽ അതൃപ്തി തുടരുമ്പോഴും രാജിക്കൊരുങ്ങുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് വിശദീകരണം. മന്ത്രിസ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതായി ന്യൂസ് മലയാളത്തോട് സുരേഷ് ഗോപി. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രക്ഷുബ്ധം. ബാർക്കോഴയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബാർക്കോഴയിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് VD സതീശൻ. കൃത്യമായ തെളിവുകളുണ്ടെന്നും സതീശൻ. ബാർക്കോഴ ആരോപണം 48 മണിക്കൂറിനുള്ളിൽ മരിച്ചു മണ്ണടിഞ്ഞതെന്ന് മന്ത്രി MP രാജേഷ്. ഈ വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത് നന്നായി. പ്രതിപക്ഷത്തിന്റെ കല്ലുവച്ച നുണ തുറന്നുകാട്ടാനായി ഡ്രൈ ഡേ ഇന്നുവരെ സർക്കാർ പിൻവലിച്ചിട്ടില്ലെന്നും MP രാജേഷ്. അവയവക്കടത്തു കേസിൽ അന്വേഷണം ഊർജിതമെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. കസ്റ്റഡിയിലെടുത്ത ഷമീറിന്റെ മൊഴി രേഖപ്പെടുത്തി. അവയവദാതാക്കളുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായും SP. നമ്മുടെ നെടുമ്പശ്ശേരിയിലെ ഓർഗൻ ട്രേഡിംഗ് കേസിൽ നമ്മുടെ സോൾ മലയാളി ഡോണർ ഷമീറിനെ കിട്ടിയിട്ടുണ്ടോ? സോ അയാളുടെ വിശദമായ മുറി നമ്മൾ എടുത്തു. മുറി പ്രകാരം നമ്മൾ ഈ കേസിൽ ഒരു 120B പിന്നെ സെക്ഷൻ 420 IPC ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. നമ്മുടെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് ചർച്ച ചെയ്യുന്നതിൽ സർക്കാരിന് ഒരു തടസ്സവുമില്ലെന്ന് മന്ത്രി MP രാജേഷ്. ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായിരുന്നു, എന്നാൽ പ്രതിപക്ഷം സഹകരിച്ചില്ല. മുൻപുണ്ടായിരുന്ന ബില്ലിൽ മാറ്റം വരുത്താതെയാണ് വീണ്ടും കൊണ്ടുവന്നതെന്നും മന്ത്രി. ഒന്ന്, ചർച്ച ചെയ്യുന്നതിന് സർക്കാരിന് ഒരു തടസ്സവും വിരോധവും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. 2 ബില്ലുകളും 2020 എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് സഭ പാസാക്കിയതും കോവിഡ് കൊണ്ട് മാത്രം തൽക്കാലം പിൻവലിച്ചതുമാണിത്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരിശോധനയ്ക്ക് കമ്മിറ്റിയെ നിയോഗിച്ച ഹൈക്കോടതി. സംഭവമുണ്ടായ സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിട്ടത് കിസാൻ നിധി പദ്ധതിയുടെ ഫയലിൽ. കിസാൻ നിധിയുടെ 17ാം ഗഡു പുറത്തിറക്കാൻ അനുമതി. 9 കോടിയിലധികം കർഷകർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയിലൂടെ 20,000 കോടി രൂപ വിതരണം ചെയ്യും. കാലുവെട്ടുമെന്നുള്ളതാണ് ഞങ്ങൾ ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല
വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിയുമായി ഡിവൈഎഫ്ഐ. കയ്യും കാലും വെട്ടുമെന്ന് പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജയ്സൺ ജോസഫ്. ബൂട്ടിട്ട് വീടുകളിൽ പരിശോധനയ്ക്ക് വരുന്നവർ ഒറ്റക്കാലിൽ നടക്കാനുള്ള അഭ്യാസം കൂടി പഠിച്ചിട്ട് വരണമെന്ന് സംസ്ഥാന സമിതി അംഗം ജോബി ടി ഈശോയും. RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ സത്യഭാമയോട് കീഴടങ്ങാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും ഉത്തരവ്. മലപ്പുറം തിരൂർ പൂക്കയിൽ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികൻ മരിച്ചത് കൈമലശ്ശേരി കുട്ടമാക്കൽ സ്വദേശി നെടുവഞ്ചേരി വീട്ടിൽ മുഹമ്മദ് ഫായിസ്. അപകടം കാറിനെ മറികടക്കുന്നതിനിടയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് തെറിച്ചു. LDF സർക്കാർ കൂടുതൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രവർത്തിക്കണമെന്ന് കെ ശിവരാമൻ. തിരുത്തലുകൾ മുന്നണിയും സർക്കാരും സ്വീകരിക്കണമെന്ന് ശിവരാമൻ. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു വ്യക്തിക്കെതിരായ വിമർശനം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും CPI ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി. കേരളത്തിൽ BJP വളരുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. നിയമസഭയിൽ BJP നില മെച്ചപ്പെടുത്തുമോ എന്ന് കണ്ടറിയണം. കോൺഗ്രസ് തമ്മിൽ തല്ല് കുറയ്ക്കണമെന്നും സുകുമാരൻ നായർ. ആരിഫ് ജനങ്ങളുടെ മനസ്സിലില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ആരിഫിനെ നിർത്തേണ്ടെന്ന് പാർട്ടിയെ അറിയിച്ചതാണ്. പത്തനംതിട്ടയും ആലപ്പുഴയും പരാജയപ്പെടുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള. പ്രസ്താവന വസ്തുതാവിരുദ്ധം. കേരളത്തിലെ മുസ്ലിം സമുദായം അനർഹമായ പലതും നേടിയെടുക്കുന്നുവെന്ന പൊതുബോധം നിൽക്കുന്നു. സർക്കാർ വസ്തുത വ്യക്തമാക്കണമെന്ന ധവളപത്രം ഇറക്കണമെന്നും ആവശ്യം. മലപ്പുറം തിരൂരിൽ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കണ്ണൂർ പിലാത്തറയിൽ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കുഞ്ഞിമംഗലം സ്വദേശി റിയാസ് ബാബു. അപകടം ദേശീയപാതയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന കലുങ്കിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ് കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി DYFI.